എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയുടെ രാശിമാറ്റം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ശനിയുടെ ഓരോ മാറ്റവും പല വിധത്തിലാണ് ഓരോരുത്തരെയും സ്വാധീനിക്കുന്നത്. ശനി ജനുവരി 20 ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ചില രാശിക്കാരിൽ ഗുണാനുഭവങ്ങളും ചിലരിൽ സമ്മിശ്ര ഫലങ്ങളും ചിലരിൽ ദോഷഫലങ്ങളും പ്രദാനം ചെയ്യുന്നതാണ്. മെയ് 17 വരെ 4 മാസക്കാലത്തോളമാണ് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് പല രാശിക്കാരിലും ചെലുത്തുന്ന സ്വാധീനം അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലും പ്രതിഫലിക്കുന്നതാണ്. ജ്യോതിഷപ്രകാരം പറയുകയാണെങ്കിൽ പൊതുവെ ശനിയെ മോശം ഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ പലപ്പോഴും ശനി നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ അനുസരിച്ചാണ് ഫലം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ശനിയുടെ മാറ്റം ചില രാശിക്കാരിൽ വളരെയധികം നിർണായകമാണ്. ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്, ആത്മനിയന്ത്രണമൊക്കെ കൊണ്ടുവരാൻ കഴിയുന്നത്, നിരന്തരമായ പ്രയത്നം, ഇവയൊക്കെയാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ. ഈ ഉത്രട്ടാതി നക്ഷത്രം ശനിയുമായിട്ട് ചേരുമ്പോൾ എപ്രകാരമാണ് നിങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യം മേടം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റി നോക്കാം. മേടം രാശിക്കാർക്ക് ഈ സമയത്ത് കഠിനാധ്വാനത്തിൻ്റെ ഫലമൊക്കെ തേടിയെത്തുന്നതാണ്. പലപ്പോഴും തൊഴിൽ സംബന്ധമായിട്ടൊക്കെ സംഭവിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളുമൊക്കെ പൂർത്തീകരിക്കുന്നതിന് ഈ സമയത്ത് സാധിക്കുന്നതാണ്. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. സാമ്പത്തികമായിട്ട് നഷ്ടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ആരോഗ്യകാര്യത്തിലും അല്പം മേടൻ രാശിക്കാരെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിക്കാർക്ക് ശുഭകരമായ മാറ്റങ്ങൾക്കാണ് തുടക്കമിടുന്നത്. അതുമാത്രമല്ല, ഇടവൻ രാശിക്കാരുടെ വരുമാനത്തിലൊക്കെ വർധനവും ഉണ്ടാകുന്നതാണ്. ജോലിയിലൊക്കെ ഒരു സ്ഥിരതയും, ഒപ്പം തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ മികച്ച ലാഭവും ഒക്കെ തേടിയെത്തുന്നതാണ്. പല ആശങ്കകൾക്കും ഈ സമയത്ത് അവസാനം കുറിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ജോലിയുടെ കാര്യത്തിലൊക്കെ അനുകൂലമായ സമയമാണ്. അടുത്ത മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള മാറ്റം പുരോഗതിയും ഉയർച്ചയും ഒക്കെ കൊണ്ടുവരുന്നതാണ്. തൊഴിൽ രംഗത്ത് നല്ല മികച്ച മാറ്റങ്ങളും അതുപോലെ തന്നെ ധനപരമായ ഗുണാനുഭവങ്ങളുമൊക്കെ തേടിയെത്തുന്നതാണ്. എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ജീവിതത്തിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ആ തർക്കങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം വരുത്തേണ്ടതാണ് ഈ സമയത്ത്. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ തേടിയെത്തുന്ന സമയമാണ് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുമാത്രമല്ല, ഏത് സാഹചര്യത്തെയും മികച്ച രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുന്നതിനും കഴിയുന്നതാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുകയും ജീവിതത്തിൽ അതെല്ലാം കൃത്യമായി നിറവേറ്റാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ആരോഗ്യപരമായിട്ട് കർക്കിടകം രാശിക്കാരെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിക്കാർക്ക് അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കാണുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്തൊക്കെ കൂടുതൽ മാറ്റങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്. വളരെ തിടുക്കപ്പെട്ട ഒരു കാര്യവും ചെയ്യരുത്. ആലോചിച്ച് മാത്രമേ എന്ത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാവൂ. അങ്ങനെ തിടുക്കപ്പെട്ടൊക്കെ ചെയ്താൽ അത് കൂടുതൽ വെല്ലുവിളിയൊക്കെ ഉണ്ടാക്കിയേക്കാം. സാമ്പത്തിക സ്ഥിതിയൊക്കെ മികച്ചതായിരിക്കും. ആരോഗ്യപരമായിട്ട് അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കന്നി രാശിയാണ്. കന്നി രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സമാധാനവും സ്ഥിരതയും ഒക്കെ തേടിയെത്തുന്നതാണ്. അതുകൂടാതെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്കൊക്കെ പെട്ടെന്ന് പരിഹാരമൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ തേടിയെത്തുന്നതാണ്. എന്ത് കാര്യത്തിലും ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണ് വരുന്നത്. കുടുംബത്തിലെ സ്ഥിരതയൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് ജോലിയിലൊക്കെ മികച്ച സമയമാണ് കാത്തിരിക്കുന്നത്.
സമ്മർദ്ദം ഒക്കെ വർദ്ധിക്കുന്നതാണ്. സമ്മർദ്ദമൊക്കെ വർദ്ധിക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള നേട്ടങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്. നിയമപരമായ കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനൊക്കെ സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതവും മികച്ചതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ തേടി എത്തുന്നതുമായിരിക്കും. അടുത്തത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് പല കാര്യത്തിലും ആത്മപരിശോധനയൊക്കെ നടത്തുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ചിലവുകളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ശത്രുക്കളുടെ കാര്യത്തിലും അല്പം ശ്രദ്ധ വേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ജാഗ്രതയൊക്കെ പാലിക്കേണ്ടി വരുന്നതാണ്. ധ്യാനം, യോഗ എന്നിവയൊക്കെ ചെയ്യുക വഴി നിങ്ങൾക്ക് മാനസികാരോഗ്യമൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ധനുരാശിയാണ്. ധനുരാശിക്കാർക്ക് ശനിയുടെ ഈ നക്ഷത്രമാറ്റം വളരെയധികം നിർണായകമായിരിക്കും. ജീവിതത്തിൽ സംഭവിക്കുന്ന പല മാറ്റങ്ങളും അനുകൂലമായി വരുന്ന ഒരു സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട് ഗുണകരമായ മാറ്റങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി നിങ്ങളിൽ വളരെയധികം ശക്തിപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസത്തോടെ ഓരോ കാര്യവും ചെയ്യുന്നതിനൊക്കെ സാധിക്കുന്നതാണ്. വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് ശനിയുടെ ഉത്രട്ടാതിയിലേക്കുള്ള മാറ്റം കഷ്ടപ്പാടിൽ നിന്ന് മോചനമൊക്കെ നൽകുന്നതിന് സഹായിക്കുന്നതാണ്. നിങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരമൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. മാനസികാരോഗ്യമൊക്കെ വളരെയധികം മികച്ചതായിരിക്കും. ധൈര്യവും കഠിനാധ്വാനവും ഒക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. പലപ്പോഴും നല്ല ഫലങ്ങളൊക്കെ തന്നെ തേടിയെത്തുന്ന ഒരു സമയമാണ്. അടുത്ത കുംഭൻ രാശിയാണ്. കുംഭൻ രാശിക്കാർ കഠിനാധ്വാനമൊക്കെ ചെയ്യുന്നത് വഴി പല വിധത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങളും തേടിയെത്തുന്നതാണ്. ആ മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങൾ തന്നെയായിരിക്കും. തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ്. ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ഈ സമയത്ത് ജാഗ്രത പുലർത്തേണ്ടതാണ്. അടുത്തത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്കും പുരോഗതിയൊക്കെ എല്ലാ കാര്യത്തിലും സംഭവിക്കുന്നതാണ്. ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങളും ചെയ്യുന്നതിനൊക്കെ സാധിക്കുന്നതാണ്. ജീവിതത്തിലെ ഉന്മേഷവും സന്തോഷവും ഒക്കെ തേടിയെത്തുന്ന ഒരു സമയമാണ്. തൊഴിൽ സംബന്ധമായും അനുകൂലമായ മാറ്റങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം ഗുണകരമായ സമയമാണ്. ബിസിനസ് സംബന്ധമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഉള്ളതും ആയിരിക്കും. ജാതകത്തിലൊക്കെ ശനി വളരെയധികം ഗുണകരമായിട്ടൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അധികം ദോഷഫലങ്ങളൊന്നും ചെയ്യുകയില്ല. ജാതകത്തിലൊക്കെ ദോഷമായിട്ടൊക്കെ നിൽക്കുന്ന നക്ഷത്രക്കാരാണെങ്കിൽ ശനിക്ക് വേണ്ട പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യുക. എല്ലാ ശനിയാഴ്ചയും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശാസ്താവിന് കഴിയുന്ന വഴിപാടൊക്കെ ചെയ്യുക. എള്ളുതിരി, നീരാഞ്ജനം മുതലായ വഴിപാടുകളൊക്കെ ചെയ്യുന്നതിന് ശനിയിൽ നിന്നുള്ള ദോഷങ്ങൾ അകറ്റി ഗുണഫലങ്ങളൊക്കെ വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.